ഒരു മാറ്റങ്ങൾ ഇനി വരുന്ന സിനിമകളിലും അല്ല സെറ്റുകളിലും ഒക്കെ ഇനി ഒരു മാറ്റങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷ നമുക്കുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? എന്താണെന്നറിയാമോ, നമ്മൾ ആവശ്യത്തിന് മരുന്നിന് പോകണല്ലേ, ഒരു അസുഖം അപ്പോൾ മരുന്നിന് പോകും. വണ്ടിയാണ് നമ്മൾ കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്യും, കറക്റ്റ് സമയത്ത് ഓയിൽ ഒഴിക്കും. എന്ന് ഒരു റീഫ്രഷ് നല്ലതാന്നേ, സംഘടനയായാലും എന്തായാലും ഒന്ന് ഫ്രഷ് ആവണം നല്ലതാണ്. അമേച്ചർ നാടകങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ സ്കൂളിലാണെങ്കിലും ഞാൻ നാടകങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ട് അമേച്ചർ നാടകം അഭിനയമാണ് എൻ്റെ ജീവിതമാർഗ്ഗം. പിന്നെ സ്കിറ്റ് കളിച്ച് ഒരിക്കലും മിമിക്രി കാണിക്കാത്ത മിമിക്രിക്കാരനാണ് ഞാൻ. എന്തായാലും സംവിധാനത്തിലേക്ക് ഇറങ്ങുകയാണെന്ന് ഇപ്പോൾ പറഞ്ഞു. എന്തൊക്കെയായാലും പ്ലാനിങ് ഒക്കെ എവിടെ വരെയായി? പ്ലാനിങ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു, സ്ക്രിപ്റ്റൊക്കെ പാക്കഡ് ആക്കി എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഒക്കെ മേടിച്ച് ഏകദേശം കറക്റ്റ് ഇങ്ങനെ വന്ന സമയത്താണ് ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റും ഡേറ്റ് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു വണ്ടി തള്ളിക്കൊണ്ട് പോവുകയാണെങ്കിൽ എൻ്റെ ഇങ്ങനെ ഒരു തള്ളൽ മാത്രമല്ല, ഒരു 80 വയസ്സ് ഞാനിങ്ങനെ തള്ളിക്കൊണ്ട് പോകണം. പക്ഷേ ഒരു 20 വയസ്സുകാരൻ വരുമ്പോൾ അത് പെട്ടെന്ന് തൊങ്ങും തള്ളി. അല്ലെങ്കിൽ ആ ഒരു കുറച്ചുകൂടെ ഏജ് കുറവുള്ള ആളാണ് കുറച്ചുകൂടെ സ്പീഡിൽ പോകുന്നത്. അവിടെ ചിന്തകളും ഒക്കെ സ്പീഡിൽ പോകും. പിന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷന് പറ്റിയ കാര്യങ്ങളുണ്ടല്ലോ, അതും കൂടി നോക്കിക്കൊണ്ടുള്ള ആൾക്കാരുണ്ട്. ഇത്രയും വലിയ പേപ്പർ ഫുൾ ഒറ്റ ഡയലോഗ് ആയിരിക്കും ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്, അത് മമ്മൂക്കയുടെ ഓപ്പോസിറ്റ്. അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഡയറക്ടർ സാർ പറഞ്ഞു, മമ്മൂക്ക അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഷാജി ഇത് പറയുന്നു തന്നെ. അപ്പം നമുക്ക് ഇതിങ്ങനെ അടിമുടി നോക്കിയിട്ട് വന്നു പറഞ്ഞാൽ മതി. ഈ ഒരു റിപ്പോർട്ട് വന്നതുകൊണ്ട് തന്നെ ഇനിയും ഒരു മാറ്റങ്ങൾ ഇനി വരുന്ന സിനിമകളിലും അല്ല സെറ്റുകളിലും ഒക്കെ ഇനി ഒരു മാറ്റങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷ നമുക്കുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? എന്താണെന്നറിയാമോ, നമ്മൾ ആവശ്യത്തിന് മരുന്നിന് പോകണല്ലേ, ഒരു അസുഖം അപ്പോൾ മരുന്നിന് പോകും. വണ്ടിയാണ് നമ്മൾ കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്യും, കറക്റ്റ് സമയത്ത് ഓയിൽ ഒഴിക്കും. എന്ന് ഒരു റീഫ്രഷ് നല്ലതാന്നേ, സംഘടനയായാലും എന്തായാലും ഒന്ന് ഫ്രഷ് ആവണം നല്ലതാ. അല്ലെങ്കിൽ അതിങ്ങനെ കാലക്രമേണ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാലും ഒരു സുഖം ഉണ്ടാവില്ല. എൻ്റെ അഭിപ്രായത്തിൽ പുതിയ ആൾക്കാർ വരട്ടെ. പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം, കാഴ്ചപ്പാടിന് മാറ്റമുള്ള ആൾക്കാർ വരുമ്പോൾ. ഇതിപ്പോൾ ഞാൻ ഒരു വണ്ടി തള്ളിക്കൊണ്ട് പോവുകയാണെങ്കിൽ എൻ്റെ ഇങ്ങനെ ഒരു തള്ളൽ മാത്രമല്ല, ഒരു 80 വയസ്സ് ഞാനിങ്ങനെ തള്ളിക്കൊണ്ട് പോകണം. പക്ഷേ ഒരു 20 വയസ്സുകാരൻ വരുമ്പോൾ അത് പെട്ടെന്ന് തൊങ്ങും തള്ളി. അല്ലെങ്കിൽ ആ ഒരു കുറച്ചുകൂടെ ഏജ് കുറവുള്ള ആളാണ് കുറച്ചുകൂടെ സ്പീഡിൽ പോകുന്നത്. അവിടെ ചിന്തകളും ഒക്കെ സ്പീഡിൽ പോകും. പിന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷന് പറ്റിയ കാര്യങ്ങളുണ്ടല്ലോ, അതും കൂടി നോക്കിക്കൊണ്ടുള്ള ആൾക്കാരുണ്ട്. ആ രീതിയിൽ ഇനി അസോസിയേഷനിലേക്ക് പുതിയ ആൾക്കാർ എന്താ ഇതിപ്പോൾ നമ്മളുടെ സംബന്ധിച്ച് ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർ നിരപരാധികളാണെങ്കിൽ അവർ തന്നെ വന്നിരുന്ന് ഭരിച്ചുകൊണ്ടും കുഴപ്പമില്ല. പക്ഷെ എന്താ നമ്മളിതിൽ ഒരാളെ വ്യക്തിപരമായിട്ട് ഇപ്പോൾ എനിക്കാണെങ്കിൽ മോളിപ്പോൾ ചോദിച്ച് എടുത്തിട്ടുള്ളത്, പക്ഷേ ഇത് ചോദിക്കുമ്പോൾ പോലെ അതിൻ്റെ കറക്റ്റ് അറിയില്ലല്ലോ, എന്താ വിഷയമെന്ന് അറിയില്ല, അല്ല എന്താ ഇതിൻ്റെ ഇതിലുള്ള ജെന്യൂനിറ്റി എന്താണെന്ന് അറിയില്ല. വെറുതെ ചോദിച്ചു വിടുന്നത്. ഞാനിത് പറയുമ്പോഴേക്കും എനിക്കതിനെക്കുറിച്ചൊരു കൺഫർമേഷൻ വേണമല്ലോ, എന്താണ് ഞാൻ പറയണത്. അതാണ് നമ്മൾ പറയുമ്പോഴും അങ്ങനെയാണെങ്കിൽ അത് നടത്തേണ്ടി വരും, അങ്ങനെ അല്ലെങ്കിൽ അത് പറഞ്ഞത് കൊണ്ടാണ്. കറക്റ്റായിട്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതെ, ഓക്കെ. അപ്പോൾ ഇതെല്ലാം സംവിധാനത്തിലേക്ക് ഇറങ്ങുകയാണെന്ന് ഇപ്പോൾ പറഞ്ഞു. എന്തൊക്കെയായാലും പ്ലാനിങ് ഒക്കെ എവിടെ വരെയായി? പ്ലാനിങ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു, സ്ക്രിപ്റ്റൊക്കെ പാക്കഡ് ആക്കി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഒക്കെ മേടിച്ച് ഏകദേശം കറക്റ്റ് ഇങ്ങനെ വന്ന സമയത്താണ് ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റും ഡേറ്റ് തന്നിട്ടുണ്ട്. എങ്ങനെ പുതിയ ആൾക്കാരെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണോ അതോ സൂപ്പർ സ്റ്റാറുകളാണോ, എങ്ങനെയാണ് ആർട്ടിസ്റ്റുകൾ ഉദ്ദേശിക്കുന്നത്? ഇല്ല, ആർട്ടിസ്റ്റുകൾ വന്നിട്ട് എല്ലാ ഇപ്പം ഇൻഡസ്ട്രിയിൽ എല്ലാം ഹൈപ്പിൽ നിൽക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്. പിന്നെ എൻ്റെ ആദ്യത്തെ സംരംഭം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ് പിന്നെ സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും ഡേറ്റ് തന്നേക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 3 പേരുടെ ഡേറ്റും കൂടി കിട്ടാനുണ്ട്, ഒരു തമിഴ്നാട്ടിൻ്റെയും കൂടി കിട്ടാനുണ്ട്. അതും കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആരും മുമ്പോട്ട് പോകും. ഒരു വലിയ സ്കെയിലുള്ളവരൊന്നാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, എന്താണെന്നറിയാമോ, നമ്മൾ ആദ്യം തന്നെ വീട്ടിൽ നമ്മൾ കയറുന്ന പരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചിന്തിക്കും ഇവൻ്റെ വീട്ടിൽ പരിപ്പ് മാത്രം ഉണ്ടാവുള്ളൂ. വരുമ്പോഴേ ചിക്കൻ കൊടുത്ത് ഞാൻ പറയും നാടൻ ചെല്ലാം നമുക്ക് ചിക്കൻ കിട്ടുമെന്ന് പറയും. അതുകൊണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് മൂവി അതൊരിക്കലും ഫ്ലോപ്പ് ആകാൻ പാടില്ല. ചെയ്യുമ്പോൾ അത്രയും 3 വർഷം എടുത്തിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യണതാണ്. സ്ക്രിപ്റ്റ് ചെയ്യാനായിട്ട് 1.5 വർഷം എടുത്ത്, ബാക്കി ഇതിൻ്റെ പ്ലാനിങ് ആയിട്ട് ഇപ്പോൾ 3 വർഷമായിപ്പോൾ. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ഓക്കെ ആയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിതകാലം മുഴുവൻ വീട്ടിൽ ഇരുന്നാൽ മതി. സംവിധാനം ചെയ്താൽ പിന്നെ അഭിനയിക്കാൻ വിളിക്കൂല. പിന്നെ ഇപ്പൊ സംവിധായകന്മാർ മുഴുവൻ അഭിനയിക്കാൻ പോകില്ലേ, അപ്പൊ ഞങ്ങൾ അഭിനയിക്കുന്നവർ സംവിധാനം ചെയ്യാറ്. ഞാനിപ്പോ ഈ ഹ്യൂമർ കാണിക്കണമെന്നുള്ളൂ ഇതൊക്കെ, പക്ഷെ എൻ്റെ ആറ്റിറ്റ്യൂഡ് മുഴുവൻ വേറെയാ. അപ്പൊ ഞാൻ അമേച്ചർ നാടകങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ സ്കൂളിലാണെങ്കിലും ഞാൻ നാടകങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ട് അമേച്ചർ നാടകം അഭിനയമാണ് എൻ്റെ ജീവിതമാർഗ്ഗം. പിന്നെ സ്കിറ്റ് കളിച്ച് ഒരിക്കലും മിമിക്രി കാണിക്കാത്ത മിമിക്രിക്കാരനാണ് ഞാൻ. ഇതുവരെ ശബ്ദം അനുകരിക്കാത്ത ആളാണ്. അങ്ങനെ മിമിക്രിയിൽ കാരണം ഞാൻ സ്കിറ്റാണ് ചെയ്യണത്, ഈ കോമഡി സ്കിറ്റ് മാത്രമേ ചെയ്യുള്ളൂ. അപ്പം അന്ന് നേരത്തെ കോളേജ് പഠിക്കുമ്പോൾ മത്സരിക്കുമ്പോഴൊക്കെ ചെയ്യുമായിരുന്നു, കുറേ ആർട്ടിസ്റ്റുകളൊക്കെ സൗണ്ടൊക്കെ ചെയ്യുമായിരുന്നു, ട്രെയിലറൊക്കെ സിനിമ ട്രെയിലറൊക്കെ ചെയ്യുമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പണ്ടത്തെ ഞങ്ങളുടെ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം മെഗാ ഷോയാണ്. ഡാൻസ്, പാട്ട്, മിമിക്രി, മാജിക്, ജഗ്ലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഐറ്റം ഉണ്ടാവും.
അന്ന് മിമിക്രി പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് സ്കിറ്റ് മാത്രമേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് തന്നെ നടന്മാരെ അനുകരിക്കുന്ന പരിപാടിയാണ്. അത് മാത്രമേ എനിക്ക് ഗ്യാപ്പ്, ബാക്കിയൊക്കെ ഇങ്ങനെ സ്കിറ്റ്. അപ്പം ഈ ഫുള്ള് സ്കിറ്റ് കളിക്കണ ഞാനും എൻ്റെ കൂടെ പെയറായിട്ട് കളിക്കുന്നവരായിരിക്കും. നമുക്കൊരു ഗ്യാപ്പ് കിട്ടണ 10 മിനിറ്റ് നടന്മാരെ അനുകരിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ മാറിയിരിക്കും. അപ്പം അന്നൊക്കെ നടന്മാരെ അനുകരിച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കൊണ്ട് അമ്മമാർ പുറത്തിറക്കുമ്പോൾ എല്ലാവരും വന്ന് സംസാരിക്കുന്ന അമ്മമാരുന്നിട്ടാ നമ്മൾ വേർത്ത് വിളിച്ച് വള്ളിക്കളത്തോട്ട് പുറത്തിരിക്കും. അമ്മ ആരും ശ്രദ്ധിക്കുമൊന്നുമില്ല. ഒരു കാലഘട്ടം അങ്ങ് മാറിയപ്പോഴത്തേക്ക് ഈ നടന്മാരെ അനുകരിക്കുന്നവരുടെ നിന്ന് മാറിയിട്ട് പിന്നെ കോമഡിയിലേക്ക് ആളുകൾ. ആ സമയത്താണ് നമ്മളുടെ ഒരു പീക്ക് ടൈം വന്നത്. ആ കറക്റ്റ് സമയത്താണ് ഞാനൊക്കെ സിനിമയിലേക്ക് വന്നത്. സിനിമയിലേക്ക് വന്നപ്പോൾ തന്നെ സംവിധാനം എന്നുള്ള മനസ്സിലുണ്ടായിരുന്നോ? ഞാനിപ്പോൾ സംവിധാനം ചെയ്തിട്ട് ഇതിൻ്റെ ജമ്മു കാശ്മീരിൻ്റെ സൗത്തിൻ്റെ ഓൾ ഇന്ത്യൻ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അത് ഷോർട്ട് മൂവി 23 മിനിറ്റുള്ള, അതിൽ മികച്ച ഡയറക്ടർ ഞാനാണ് കഴിഞ്ഞ വർഷത്തെ. അതുകൂടാതെ ഭരതൻ സാറിൻ്റെ അവാർഡ് എനിക്കായിരുന്നു. സൗത്ത് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ എൻ്റെ ഫിലിമിനായിരുന്നു അവാർഡ്. സിനിമക്ക് മുന്നോടിയായിട്ട് നമ്മളൊരു ഇതിനു വേണ്ടി ചെയ്തതല്ല. സംവിധാനം ഇപ്പം തുടക്കം മുതലേ സിനിമയിലേക്ക് വരുമ്പം തന്നെ മനസ്സിലുണ്ടായിരുന്നു? അതെ, സംവിധാനമാണ്. ഞാൻ എൻ്റെ ചെയ്ത സ്കിറ്റുകളൊക്കെ എടുത്ത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ നോക്കി, അതൊക്കെ ഒരു സിനിമാറ്റിക് മൂഡായിരിക്കും. എല്ലാത്തിനും ഒരു കഥയുണ്ടാവും. ഒന്ന് തുടങ്ങണത് അങ്ങനെ കഥയിലൂടെ എല്ലാം പോകുന്നത്. എല്ലാ സ്കിറ്റുകളും അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പ്രതിഭ ട്യൂട്ടോറിയൽ പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നു. പ്രേക്ഷകരോടായിട്ട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത്, നമ്മൾ ലാലേട്ടൻ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ അച്ഛൻ്റെ 150 പവൻ്റെ ഇടയിൽ ചേട്ടൻ്റെ നെക്ലസ് മുങ്ങിപ്പോയില്ലെന്ന് പറഞ്ഞ ആ ഒരു റൂട്ടിൽ ചെറിയ പടങ്ങളും വന്നെ. ഇപ്പോൾ അത് ഒത്തിരി പടങ്ങൾ വന്നുണ്ടല്ലോ, അതൊക്കെ വന്ന് ഹിറ്റായി പോകുന്നുണ്ട്. അത് ചെറിയ പടമൊന്നുമല്ല, ജനങ്ങൾ എടുക്കണ എങ്ങനെയാണ് അതിലായിരിക്കണത്. അപ്പോൾ ജനങ്ങൾ എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മൾ അതേപോലെ മേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പോകും. എന്തായാലും പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. കാരണം വളരെ ചെറിയ സിനിമയാണ്. നമ്മൾ ഒരു ചെറിയ കഞ്ഞി കുടിക്കാനൊരു കടയിൽ കയറിയിട്ട് ബിരിയാണി കഴിച്ചിട്ട് കിട്ടിക്കഴിഞ്ഞൊരു സുഖം ഉണ്ടാവും. എന്തായാലും സിനിമ എല്ലാവരും കാണണം. ഒത്തിരി പേരുടെ കഷ്ടപ്പാടും പുതിയ ആർട്ടിസ്റ്റുകളെല്ലാം കുറേ കുട്ടികൾ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും കാണണം. ഇതിലിപ്പം സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ തുടക്കക്കാർ ഒരുപാട് പേരുണ്ട്. അവർക്ക് കിട്ടിയ വലിയൊരു ഓപ്പണിംഗ് കൂടെ തന്നെയാണോ ഈ പ്രതിഭ ട്യൂട്ടോറിയൽ? അവരാണ് മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. ആ കുട്ടികൾ മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. ഞാൻ അവരുടെ ഒരു ഗാർഡനായിട്ടാണ് കൂടെ ഉള്ളത്. സാധാരണ അതിൽ അഭിനയിച്ച കുട്ടികളൊക്കെ വേറെ ഇടക്കൊക്കെ വരെ ഞാൻ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ചെറിയ വേഷങ്ങളാണ്. പക്ഷെ ഇതിലൊന്നും ഒരു ത്രൂ ഔട്ട് ഉണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോ പ്രൊഡ്യൂസർ അത് മരിച്ചുപോയത്. ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാ ദിവസവും ഹോട്ടലിലേക്ക് എൻ്റെ അടുത്തേക്ക് വരും. നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അവിടെ ഫുള്ള് വീട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്തേക്ക്. അപ്പോൾ വൈകിട്ട് ഹോട്ടലിൽ വരും ഞങ്ങൾ. അപ്പോൾ ഒരു ദിവസം ചെണ്ടക്കാരനെ കൊണ്ടുവരും, ആ ചെണ്ട കൂട്ടണ ആളായിരിക്കും. അടുത്ത ദിവസം തകിൽ കൂട്ടണ ആളെയും കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഈവനിങ് അവിടെ നല്ല ഹാപ്പി ആയിട്ടാണ് പോകണം. അപ്പോൾ ഞാൻ ഷൂട്ട് നിന്ന് പോന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സബ്ജക്റ്റിൻ്റെ കാര്യം അവരോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാണ് അടുത്ത സബ്ജക്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാട്ടോ, ഇത് ഇപ്പോൾ ചെയ്തു, അടുത്ത വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ച് കളിച്ച് ഞാൻ പിരിഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ഉള്ള ഫോട്ടോ വന്ന് മരിച്ചു എന്ന് പറഞ്ഞു. ഉറക്കം നിൽക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു ആളായിരുന്നു, ചേട്ടനായിരുന്നു. പക്ഷെ നല്ല മനുഷ്യനായിരുന്നു. അറ്റാക്കായിരുന്നു. ഭയങ്കര വിഷമമായി. പക്ഷെ അതുപോലെ നിന്നേച്ചത് എല്ലാവരുടെ അടിക്കലും. വൈകുന്നേരം രാവിലെ ചെല്ലുമ്പോൾ ഇന്നെന്താ ഷാജി വേണ്ടത്, ഇടിയിറച്ചി വേണം, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കണം. ഇങ്ങനെ നമുക്ക് എന്ത് തന്നാലും തൃപ്തിയാവാത്ത ചില ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടാവും. ഭക്ഷണമാണെങ്കിലും എന്താണെങ്കിലും. അത്തരത്തിൽപ്പെട്ട ഒരാളായിരുന്നു, നല്ല മനുഷ്യനാണ്. അപ്പോൾ അതൊരു സങ്കടമായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് എല്ലാവർക്കും ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കഴിഞ്ഞ് പോകുന്ന സമയത്തായിരുന്നു. ഇപ്പൊ ഈ ഇതില് പുതിയ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ പലർക്കും സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പം സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പം ഉള്ള തുടക്കത്തിലൊരു പേടിയും ഒരു പ്രഷറും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇവർ ഈ പുതിയ ആൾക്കാരും നിങ്ങളും തമ്മിൽ ചെയ്തപ്പോൾ ഉള്ള നിങ്ങളുടെ ആ ഒരു ഞാൻ ആ പിള്ളേരുടെ ഫുൾ ടൈം ആ പിള്ളേർ എൻ്റെ കൂടെ. ഞാൻ ആദ്യം ഇതേപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാനും ഉമ്മാർ പറഞ്ഞു, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ വെള്ളിമൂങ്ങ് ചെയ്യുമ്പോൾ 1 മാസം സ്ക്രിപ്റ്റിൻ്റെ പുറകെ 1.5 മാസം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഹ്യൂമർ വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ ആ സമയത്ത് വിളിച്ചേട്ടനെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പുതുതായിട്ട് ചെല്ലുന്ന രീതിയൊന്നും ഉണ്ടായില്ല. പിന്നെ മമ്മൂക്കയുടെ പടത്തിൽ ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് ചെല്ലുമ്പോഴാണ് എനിക്ക് ടെൻഷൻ ഉണ്ടായത്. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, എൻ്റെ ഓപ്പോസിറ്റ് രാജേഷ് പറവൂരാണ്. ആ ഒരു ചിന്തയിലാണ് ഞാൻ അങ്ങോട്ട് പോയത്. പിന്നെ മമ്മൂക്കൊന്നും എനിക്ക് മമ്മൂക്കായിട്ടുള്ള ഫീൽ ചെയ്യുന്നത്, ഞാൻ സ്കിറ്റ് കളിക്കുമ്പോൾ എൻ്റെ ഒരു പേരുണ്ടല്ലോ, ഞാൻ അവരോട് സംസാരിക്കുന്ന പോലെ തന്നെ അങ്ങനെ സംസാരിച്ചു. അപ്പോൾ പത്തേമാരുടെ ഷൂട്ടിന് നിന്നപ്പോൾ ഞാൻ കണ്ടിട്ടില്ല മമ്മൂക്കൻ അന്നേരം. അപ്പോൾ ഞാനോട് ചോദിച്ചു, മമ്മൂക്കൻ ക്യാരവാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ റിഹേഴ്സൽ ചെയ്യുക. ഞാനിവിടെ നിന്ന് ബക്കറ്റ് എടുത്ത് പുറത്തോട്ട് ഇറങ്ങി. ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ ഈ വാതിലിൻ്റെ അവിടെ കയ്യും വെച്ച് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഗുഡ് മോർണിംഗ് സാർ, സാറാ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കാണുക. അത് കഴിഞ്ഞ് ഷോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും വലിയ പേപ്പർ ഫുൾ ഒറ്റ ഡയലോഗ് എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അത് മമ്മൂക്കയുടെ ഓപ്പോസിറ്റ്. അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഡയറക്ടർ സാർ പറഞ്ഞു, മമ്മൂക്ക അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഷാജി ഇത് പറയുന്നു തന്നെ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ അടിമുടി നോക്കിയിട്ട് വന്നു.
പറഞ്ഞാൽ മതി. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഗ്യാസ് പോയി. പക്ഷെ ഒറ്റ ടേക്ക് ഞാൻ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞു ഇതല്ല ഒരു പ്രസംഗത്തിൻ്റെ മൂടി പറയാൻ പറഞ്ഞു. അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ മൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ വെച്ച് യാത്രയപ്പോൾ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മമ്മൂക്ക പറഞ്ഞു. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കണം, നിങ്ങളുടെ കൂട്ടാനാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. കുഴപ്പമില്ലായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ടേക്ക് പോയിട്ടുള്ള ഒരു സീൻ ഏതായിരുന്നു? ഞാനാ ഈ സിനിമയിൽ തന്നെ? ഈ സിനിമയിലല്ല, അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ മമ്മൂക്കായിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു പ്രതിഭ ട്യൂട്ടോറിയലിൽ ഏറ്റവും കൂടുതൽ ടേക്ക് പോയിട്ടുള്ളൂ. ഇപ്പൊ പലർക്കും ഈ സീനിയർ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പലരോടും ചോദിക്കുമ്പോൾ അവർക്ക് ഇപ്പം പുതിയ ആൾക്കാരുടെ കൂടെ ചെയ്യുമ്പോൾ ഇതേ ഒരു പേടി തന്നെ മനസ്സിൽ വരാറുണ്ട്. കാരണം ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു സാധനം വരാറുണ്ടെന്ന്. ചേട്ടനടുത്ത് ഞാൻ അങ്ങനെയല്ല ചോദിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ടേക്ക് പോയിട്ടുള്ള ഒരു സീൻ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആദ്യം ടേക്ക് പോയിട്ടുള്ള ഒന്നുമില്ല. ആദ്യം പെട്ടെന്ന് പോകും. കാരണം ഇതെന്താണെന്നറിയാമോ, എന്നെ സംബന്ധിച്ച് ഞാനിവിടെ ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആ പിള്ളേരുടെ അടുത്ത് പോയിരിക്കുന്നത് അവരായിട്ട് വർത്താനം പറഞ്ഞു. അപ്പം ഷോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് വന്നു കഴിയുമ്പോൾ അവർ ആ മൂഡില്ല. പിന്നെ അവർ പോയിക്കോളും. അവരവിടെ ഇരുത്തി ഞാനിവിടെ തന്നെ തീർത്തും വലിച്ചു അല്ലെങ്കിൽ ഇരുന്നിട്ട് നോക്കിയിട്ട് അവർ നോക്കി ചിരിക്കണം ഇങ്ങനെ കാണിച്ചാൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ ഉണ്ടാവും. ഇതിപ്പോൾ അവരുടെ കൂടെ ഇപ്പം മമ്മൂക്കാണെങ്കിലും ഷൂട്ട് നടക്കുമ്പോഴത്തേക്ക് ഹലോ കോമളീസ് വാ എന്ന് പറഞ്ഞിട്ട് ഞാനും സോഹം ശ്രീത്രിവിയെ കൂടി പോയി ഇങ്ങനെ വട്ടം കൊണ്ട് ചിരിച്ചും കളിച്ചും വർത്താനം പറയും. പിന്നെ നമ്മൾ ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിരുന്നാൽ ആ ഒരു മൂഡിൽ നിൽക്കണം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്പനി ആയിട്ട് ഇരിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, എന്തായാലും പ്രതിഭ ട്യൂട്ടോറിയൽ ഉടനെ റിലീസ് ആവുകയാണ്. എല്ലാവിധ ആശംസകളും. സിനിമ കണ്ടിട്ട് ഞാനും ഞങ്ങളുടെ കൂടെ ഉള്ളവരും എല്ലാ അഭിപ്രായങ്ങളും ഉറപ്പായിട്ടും അറിയിക്കുന്നതായിരിക്കും. ഞാൻ വരാൻ പോകുന്നതിന് ഇപ്പോൾ ഡയറക്ടോറിയലിലേക്കും ഓൾറെഡി ഡയറക്ടറായി എന്നോട് സിനിമ ഫീച്ചർ ഫിലിം ഡയറക്ട് ചെയ്യുമ്പോൾ അതിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. നമ്മുടെ സിനിമാ പ്രാന്തൻ അല്ലേ, എല്ലാ പ്രേക്ഷകർക്കും സിനിമാ പ്രാന്തൻ്റെ എല്ലാ ക്രൂവിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.